ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളത്തെ ഒരു ചെറിയൊരു വിശേഷമൊക്കെ നമുക്ക് കേട്ടാലോ. അങ്ങനെ നമ്മുടെ ഹരീഷും നീതുവും തമ്മിലുള്ള പ്രണയം മുട്ടിടുകയാണ് അല്ലേ. അങ്ങനെ അന്നേ ദിവസം തന്നെ ഹരീഷ് ഫുഡൊക്കെ കഴിച്ച് അവരോടൊപ്പം സുഭാഷിനോടും നികേഷിനോടൊപ്പം കിടന്നുകൊണ്ടിരുന്നപ്പോൾ ഹരീഷിൻ്റെ ഫോണിലോട്ട് പരപരാന്നിങ്ങനെ മെസ്സേജൊക്കെ വരെയാണ്. അപ്പോൾ നമ്മുടെ ഹരീഷ് എടുത്ത് നോക്കിയപ്പോൾ ആരാണ്? നമ്മുടെ നീതുവാണ്. അപ്പോൾ ഉറങ്ങി എന്ന് ചോദിച്ചൊക്കെയാണ്. അപ്പോൾ ഹരീഷിന് ആകെ ഒരു ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെയാണല്ലോ, ചെറിയൊരു ചമ്മലും പരിങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇല്ല, ഉറങ്ങിയില്ല എന്നൊക്കെ റിപ്ലൈ കൊടുത്തു. എന്നാൽ ഞാൻ കോള് ചെയ്യട്ടെ എന്ന് നീതു ചോദിച്ചു. വേണ്ടാന്നും പറഞ്ഞ് തിരിച്ച് ഹരീഷ് മെസ്സേജ് കൊടുക്കുകയാണ്. അതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട് പല കാര്യങ്ങൾ, പിന്നെ ആവട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം നീതു തിരിച്ചയക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനൊരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഹരീഷ് നമ്മുടെ നികേഷും സുഭാഷും ഒക്കെ ഉറങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് കോൾ ചെയ്യാണ് നമ്മുടെ നീതുവിന്. അപ്പം നീതുവിന് ഭയങ്കര സന്തോഷമാവാണ്. കാര്യം ഹരീഷ് വിളിച്ചല്ലോ. അപ്പം നീതു പറഞ്ഞു, ഹരീഷേട്ട ഇത്രയ്ക്ക് മാറ്റം വന്നു എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം ഇത്രയും ഒരു ചേഞ്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഹരീഷേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുക എന്തൊക്കെയാണ് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നോടൊന്നും പറയാനൊന്നും ഇല്ലയെന്ന് ചോദിക്കും. അപ്പോൾ ഹരീഷിന് സത്യം പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എന്താ നമുക്ക് അങ്ങനെ ഫോണൊന്നും വിളിച്ച് എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാളൊന്നുമല്ല ഹരീഷ്. തുടക്കത്തിൽ എന്ന് വെച്ചാൽ ആ ഒരു തുടക്കമാണല്ലോ ഹരീഷിന്. ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, ആ ഒരു മൈൻഡൊക്കെയാണ്. അങ്ങനെ പ്രണയം അതിനെക്കുറിച്ചൊന്നും ഹരീഷിന് ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. അങ്ങനെ ഒടുവിൽ നീതു കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. അതുപോലെ ഹരീഷും കുറേശ്ശെ സംസാരിച്ചൊക്കെ അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവർ കുറേ നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം നമ്മുടെ നികേഷ് ഉറക്കത്തിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഹരീഷിനെ കാണാനില്ല. ഹരീഷ് ഏട്ടൻ എങ്ങോട്ടാണ് പോയത് എന്ന് കരുതി നികേഷ് പുറത്തോട്ട് വന്നപ്പോൾ നമ്മുടെ ഹരീഷ് ഫോണിലാണ്. നികേഷ് വിളിക്കാനൊന്നും പോയില്ല. കാര്യം മനസ്സിലായി, ആരുമായിട്ട് സംസാരിക്കും, മിക്കവാറും നീതുവായിരിക്കും. എന്തായാലും സംസാരമൊക്കെ നടക്കട്ടെ. അങ്ങനെ നികേഷ് മാറി നിന്നു കേട്ടോ. ആ സമയം നമ്മൾ ഹരീഷ് സംസാരിച്ച് കോളൊക്കെ കട്ട് ചെയ്തിട്ട് തിരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ നികേഷ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നികേഷ് ചോദിച്ചു, അതെ ആരായിരുന്നു ഫോണിൽ? അതെൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചതാ. കൂട്ടുകാരനോ എന്നൊക്കെ പറഞ്ഞ് നികേഷ് കുറേ കളിയാക്കിയാണ്. അപ്പോൾ സംഭവം, അപ്പോൾ നികേഷ് പറഞ്ഞ് എനിക്ക് മനസ്സിലായി ആരാണെന്ന്. പിന്നെ നീ എന്തിനാ ഇതൊക്കെ തിരക്കണമെന്ന് പറഞ്ഞ് ഹരീഷ് നികേഷിൻ്റെ ബക്കറ്റ് കയറണല്ലോ. അതെ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ സുഭാഷ് ഏട്ടനെ ഒന്ന് വിളിക്കാം, സുഭാഷ് ഏട്ടനും കൂടെ അറിയട്ടെ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, എന്താ മര്യാദയ്ക്കിരുന്നോ, എനിക്കറിയാം ഇത് നമ്മുടെ മറ്റേ നീതു അല്ലേ. പിന്നെ നീതു, നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചമ്മി വളരെ വെളുത്ത മുഖമൊക്കെ ആയിട്ട് നമ്മുടെ ഹരീഷ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കൊള്ളാം. എങ്ങനെ നടന്ന ആളായിരുന്നു നമ്മുടെ ഹരീഷ് ഏട്ടൻ. പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും വളഞ്ഞു കൊടുക്കണ ഒരാളൊന്നും അല്ലായിരുന്നു. എന്നാലും ഇതെങ്ങനെ സാധിച്ചു? എന്തായാലും നമ്മുടെ വിചാരിച്ച കക്ഷി തന്നെ അല്ലേ നീതു. അപ്പോൾ ഹരീഷ് മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും സമ്മതിച്ചു കൊടുത്തു, നമ്മൾ ഹരീഷ് ഏട്ടനെ വളച്ചെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചിട്ട് അകത്ത് കയറി പിന്നെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ സമയം നമ്മുടെ സുധീഷിനെയും നമ്മുടെ നിധിയെയും കാണിക്കുകയാണ്. അപ്പോൾ അവിടെ നിധി രാജീവും ഹേമയും അരുണൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷ് ഉറക്കം വന്നിട്ട് നിധി ഇതുവരെ വരാത്ത എന്നാന്ന് കരുതി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം സുധീഷ് വന്ന് റൂമിൽ കിടന്നു. നിധി വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ സുധീഷിന് ശരിക്കും ബോറടിക്കുക, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക, ഒരിതേ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നിധി വരെയാണ്, കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വരെയാണ്. സുധീഷ് അപ്പം വെറുതെ ഒരു നമ്പറൊക്കെ ഇട്ടിട്ട് അതെ ഉറങ്ങുന്ന കണക്കുള്ള രീതി കിടക്കാമെന്നും പറഞ്ഞ് പതുക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി വന്നു. എന്നിട്ട് നിധി മനസ്സിൽ പറഞ്ഞു, അയ്യോ സുധീഷ് ഉറങ്ങിയല്ലോ, വിളിക്കണ്ട, ഇനിയിപ്പോൾ ഉറക്കം കളയും. ഒരു കാര്യം ചെയ്യാം, സുധീഷ് കിടന്നോട്ടെ എന്ന് എഴുതിയിട്ട് വെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ ടേബിളിൻ്റെ പുറത്ത്. എന്നിട്ട് നിധി പതിയെ ബെഡിലോട്ട് കയറി കിടക്കുകയാണ്. ആ സമയം സുധീഷ് തിരിഞ്ഞും പറഞ്ഞു ഇങ്ങനെ ഒന്ന് കിടന്നു. അപ്പോൾ നമ്മുടെ നിധി ചോദിച്ചു, അല്ല സുധീഷ് ഉറങ്ങിയില്ലായിരുന്നോ? എന്താ എന്നൊക്കെ പറഞ്ഞിട്ടൊരു
കോട്ടുപോയൊക്കെ വിടേണം കേട്ടോ. നിധിയുടെ മുമ്പിൽ ഒന്ന് ഉറക്കമായിരുന്നു എന്നുള്ളൊരു നടിക്കണമല്ലോ. അപ്പോൾ ഒരു കോട്ടുപോയൊക്കെ വിട്ടിട്ട് സുധീഷ് എന്താ നിധി ചോദിച്ച്, അല്ല സുധീഷ് ഉറങ്ങിയോ? ആ ഒന്ന് ഉറങ്ങിയായിരുന്നു. നിധി എപ്പോഴാണ് വന്നേ? ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. സോറി കേട്ടോ, അച്ഛനൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഏയ് അത് സാരമില്ല. അങ്ങനെ അവർ എന്തൊക്കെയോ സംസാരിച്ച് കിടന്ന് ഒരു ദിവസം അങ്ങനെ കഴിയാണ്. അന്നേ ദിവസം അല്ല പിറ്റേ ദിവസം രാവിലെ ആവേണം കേട്ടോ. അപ്പം നമ്മുടെ നിധി കിച്ചണിലൊക്കെ കയറിയിട്ട് നല്ല അടിപൊളി സ്പെഷ്യൽ ഒരു ചായ ഉണ്ടാക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കുകയാണ്. ഹേമയ്ക്കും രാജീവിനും സാന്ദ്രയ്ക്കും ഒക്കെ കൊടുക്കുകയാണ്. അപ്പം രാജീവ് ആ ചായ കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആ അടിപൊളി ചായ ഉണ്ടോടി മോളെ, നീ ചായ ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? നല്ല സ്പെഷ്യൽ ചായ. എന്നിട്ട് ഹേമയുടെ അടുത്ത് പറഞ്ഞു, ദേ നോക്ക് എൻ്റെ മോളുണ്ടാക്കിയ ചായ കണ്ടു പഠിക്കുക. അതെ ഇത് ഞാനും കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹേമ കുടിച്ചപ്പോഴും നല്ല സൂപ്പർ ചായ കേട്ടോ. അപ്പോൾ ഹേമയും പറഞ്ഞു, മോളെ നല്ല ചായയാണ്, നീ കുക്കിങ്ങൊക്കെ പഠിച്ചോ? അപ്പോൾ നിധി പറഞ്ഞു, ഞാൻ ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു, എനിക്ക് സുഭാഷ് ഏട്ടൻ പഠിപ്പിച്ചു തന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജീവും ഹേമയും തമ്മിൽ ഇങ്ങനെ മുഖം നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രാജീവ് പറഞ്ഞു, എന്തായാലും നല്ല അടിപൊളി ചായ. ഹേമേ നിനക്കിതുപോലെ ചായ ഉണ്ടാക്കി തന്നാൽ എന്താ? അതെ എനിക്ക് ചായയൊക്കെ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാനൊക്കെ എനിക്കറിയാം. പിന്നെ എപ്പോഴും രാജീവായിട്ട് എന്നെ കൊണ്ട് ഇടിയിപ്പിക്കില്ലേ, അതുകൊണ്ടാണ് ഒരുപാട് ടേസ്റ്റി ആയിട്ടൊന്നും ഞാൻ ചായ ഇട്ട് തരാത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് സാന്ദ്രയ്ക്ക് കൊടുത്തു. എന്നിട്ട് സാന്ദ്ര കുടിച്ചിട്ടൊന്നും മിണ്ടില്ല. അപ്പം നിധി ചോദിച്ചു, സാന്ദ്രയിട്ടത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ, അടിപൊളിയായിട്ടുണ്ട് നിധി, നല്ല ചായയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഹേമ ചോദിച്ചു, അല്ല അവിടുത്തെ വീട്ടിലെ പണിയൊക്കെ നീയാണോ എടുക്കുന്നത്? നിധി പറഞ്ഞു, ഏയ് എന്നെ കിച്ചണിൽ പോലും അവിടെ സുഭാഷ് എന്നൊന്നും കേട്ടില്ല. പിന്നെ ഞാൻ ചായ ഒരു 10-30 പ്രാവശ്യം ഇട്ട് പഠിച്ച് അങ്ങനെ ഇങ്ങനെ ആയതാണ്. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം സുഭാഷ് ഏട്ടൻ തന്നെ. അപ്പം നമ്മുടെ രാജീവ് പറഞ്ഞു, ഇക്കണക്കിന് നീ കുറച്ച് ദിവസം കൂടെ നിന്നാൽ എല്ലാ ഫുഡും ഉണ്ടാക്കാനൊക്കെ പഠിക്കുമല്ലോടി മോളെന്ന് പറഞ്ഞു. അപ്പം നിധി അതേ അച്ഛാന്ന് പറഞ്ഞു കേട്ടോ. ഇതേ സമയം നമ്മുടെ അരുൺ അങ്ങനെ വരേണ്ടത്. അപ്പോൾ കാല് ഇങ്ങനെ ഞുണ്ടി വരെയാണ്. അപ്പോൾ രാജീവ് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ സാന്ദ്ര ഓടിച്ചെല്ലണം, എന്ത് പറ്റി അരുണേൻ്റെ കാലിന് എന്ത് പറ്റി? ഏയ് ഒന്നും പറ്റിയില്ല, അതാ ടെക്സ്റ്റൈൽസിലെ ഐറ്റംസ് വന്ന സമയത്ത് ഒരു കെട്ട് വന്ന് കാലി വീണതാ, അപ്പോൾ ഒന്ന് ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹേമയും രാജീവും ഒക്കെ ഓടി വന്നിട്ട് ചോദിക്കും, വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകാൻ മോനെ എന്ന് ചോദിക്കും. അപ്പോൾ വേണ്ട അച്ഛാ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം നിധിയും ചെല്ലാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അപ്പം നമ്മുടെ അരുൺ പറയും, അച്ഛാ കാലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കിന്ന് ആ ഒരു സാധനം അവിടെ കൊണ്ട് കൊടുക്കാനുള്ളത് ഇനിയിപ്പോൾ എങ്ങനെ എത്തിക്കുക? അപ്പോൾ രാജീവ് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറയാം. അപ്പോൾ അരുൺ പറയും, അത്രയും ഒരിതുള്ള അത്രയും ദൂരം അച്ഛൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവാ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആരെ വിശ്വാസമുള്ള ആരെങ്കിലും വിടണമല്ലോ. സത്യം പറഞ്ഞാൽ ഇത് രാജീവും അരുണും കൂടെ ചെയ്യുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ. കാരണം നമ്മുടെ സുധീഷിനെ ഡ്രൈവറായിട്ട് അവർക്ക് എങ്ങോട്ടോ വിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പ്ലാനൊക്കെ ചെയ്യണത്. അതേസമയം നമ്മുടെ സുധീഷ് പതുക്കെ താഴോട്ട് ഇറങ്ങി വന്ന സമയത്ത് തന്നെ രാജീവ്, മോൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ സുധീഷ് കണ്ടായിരുന്നു അരുണിൻ്റെ കാലിന് എന്തോ പറ്റി, എല്ലാവരും കൂടെ ഇങ്ങനെ നോക്കി എന്തോ കുഴപ്പമാണെന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് നിധി സുധീഷിനോട് പറഞ്ഞു. അപ്പോൾ ഇതേ സമയം നമ്മുടെ രാജീവ് പതുക്കെ പ്ലാനുമായിട്ട് വരെയാണ്. അതായത് മോൻ്റെ കാര്യം ഞാൻ മറന്നുപോയി, അതെ അരുണിൻ്റെ കാല് പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അത്രയും ദൂരെ യാത്ര ചെയ്ത് പോകണം. മോനൊരു കാര്യം ചെയ്യാമോ, ഞാനൊരു സാധനം എടുത്തുകൊണ്ട് വരാം, മോൻ അതൊരു സ്ഥലത്ത് എത്തിക്കണം. സുധീഷിന് അപ്പം തന്നെ കാര്യഗൗരവം മനസ്സിലായില്ലേ, തനിക്കിട്ട് 8ൻ്റെ പണി തരാനുള്ള എന്തോ പദ്ധതിയായിട്ടാണ് ഈ കാരണവർ വന്നേക്കണേന്നുള്ളത്. അങ്ങനെ നിധി ഒക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ആ സമയം രാജീവ് ചെന്നൊരു ബാഗോ എന്തൊക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പൈസ, ഗോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ സുധീഷിൻ്റെ കണ്ണ് തള്ളണം. കാരണം ഇത് 8ൻ്റെ പണി തരാൻ വേണ്ടിയിട്ട്, എന്നെയും നിധിയെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്യുന്ന 8ൻ്റെ ഒരു പണിയാണ് എന്നുള്ളത് സുധീഷിന് മനസ്സിലാവേണ്ട കേട്ടോ. രാജീവ് വളരെ പ്ലാൻഡായിട്ട് അരുണും രാജീവും കൂടെ ചെയ്യേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇത് കൊടുത്തു വിട്ട് ഇത് മിസ്സിങ് ആക്കി സുധീഷ് ഒരു കള്ളനാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള സീനാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ
ഇനിയിപ്പോൾ എന്താണ് ഇവരെ ഉള്ളിലുള്ളതെന്നുള്ളതും എന്നാൽ ഒരു മുഴം മുന്നേ അറിയുന്ന സ്വഭാവം നമ്മുടെ സുധീഷിനുണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയില്ലല്ലോ. അപ്പോൾ സുധീഷ് അതിനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിരിക്കും. കാരണം സുധീഷ് ഇതെല്ലാം അരച്ച് കലക്കിയിരിക്കുന്ന ആളാണ്. കുറേയൊക്കെ നിധിക്ക് വേണ്ടിയിട്ട് സഹിക്കുമെങ്കിലും എല്ലാ ഇതിലും ചെന്ന് തലയിട്ട് കൊടുക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ സുധീഷിനിട്ട് വെക്കുന്ന 8ൻ്റെ പണി എന്താണ് എന്നുള്ളത്. അപ്പോൾ നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. കേട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.